പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ദിവസങ്ങളിൽ ശക്തമായി ദൈവസഭകളോടും ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയോട് പറയാൻ പരിശുദ്ധാത്മാവെന്നെ നിർബന്ധിക്കുന്ന വിഷയമാണ്. ഒന്ന്, ഇന്നത്തെ ക്രിസ്തുവിൻ്റെ ശരീരമെന്ന് പറയുന്ന സഭ ഭയത്തിൻ കീഴായി മാറുന്നു. എന്തുകൊണ്ട്? ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്നുള്ള ആ മനോഭാവം ജനത്തിൽ നിന്ന് മാറിപ്പോകുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തെപ്പറ്റി ഉള്ള അറിവ് ജനത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ ക്രിസ്തുവിൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്ന് മനസ്സിലാക്കാതെ ജനം ദൈവത്തിൽ നിന്ന് അകന്നു മാറി, മറിച്ച് ദൈവത്തിലുള്ള ഭയം നഷ്ടപ്പെട്ട് മറിച്ച് സാത്താനെ ഭയക്കുന്ന ഒരു തലമുറയായി മാറിക്കൊണ്ടിരിക്കുന്നു. കാരണം ഈ കാലഘട്ടങ്ങളിൽ പിശാചിന്റെ ഹിതത്തിൻ്റെ ശബ്ദങ്ങളാണ് കേൾക്കുന്നത്. സാത്താൻ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, നിന്നെ തകർക്കാൻ പോകുന്നു, നിന്നെ മുടിക്കുവാൻ പോകുന്നു എന്നുള്ളതായ ശബ്ദങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ ഇന്നത്തെ സഭ പിശാചിനെ ഭയപ്പെട്ട് ഭയപ്പാടിൽ കഴിയുന്നു. എന്നാൽ ഞാൻ ക്രിസ്തുവിൽ വസിക്കുന്നു എന്ന ഒരാത്മനിയോഗമുള്ള ഒരു മനുഷ്യൻ, ഒരു ദൈവകൃപയുള്ള മനുഷ്യന് അവൻ്റെ ഭയപ്പാടുകളിൽ പതറിപ്പോകുകയില്ല. ദാവീദ് പറയുന്നു, അഭിഷേകമുള്ള ദാവീദ് എപ്പോഴും പറയും, എന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. അതെ, അഭിഷേകമുള്ളവന് എപ്പോഴും പറയാനുള്ളത്, ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. അതേ പ്രിയപ്പെട്ടവരെ, പിശാച് നിങ്ങളെ മുടിക്കും, തകർക്കുമെന്ന് പറയുന്നെങ്കിൽ അത് ദൈവിക ശബ്ദമല്ല, അത് പൈശാചികമത്രേ. ഒരു യഥാർത്ഥ ദൈവ പൈതന്റെ അധരത്തിൽ നിന്ന് ദൈവശബ്ദം മുഴങ്ങുന്നത് ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്നുള്ള ശബ്ദമാണ്. അതെ, നീ ധൈര്യമായിരിക്കുക. പിശാച് ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന നിന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അവൻ്റെ ശബ്ദം, അതെ, ദാവീദ് പാളയത്തിൽ ചെല്ലുമ്പോൾ ശൗല് ശത്രുവിൻ്റെ ആരവാരവം കേട്ട് അവൻ്റെ ശബ്ദം കേട്ട് ഭയപ്പെട്ട് പാളയത്തിലിരിക്കുന്നു. എന്നാൽ അഭിഷേകം ഉള്ളവനായ ദാവീദ് ആ ശബ്ദത്തിന് നേരെ ചീറി അടുക്കുന്നു. ഇന്ന് പകൽ നിങ്ങൾക്ക് ദൂത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് പകൽ എഴുന്നേൽക്കാം. നിങ്ങളെ ഒടുക്കിക്കളയാൻ, നിങ്ങളെ തകർത്ത് കളയാൻ, നിങ്ങളെ ഉന്മൂലനം ചെയ്യാൻ ഒരു ശത്രുവിനും കഴിയുകയില്ല എന്ന് നീ വിശ്വസിക്ക്. ആമേൻ, ആമേൻ. ശത്രു നിങ്ങളെ തകർക്കുമെന്നുള്ള പ്രവചനങ്ങൾ കേട്ട്, ദൂതുകൾ കേട്ട്, ശത്രുവിൻ്റെ പക്ഷത്തു നിന്നുള്ള വെല്ലുവിളികൾ കേട്ട്, പ്രവചനങ്ങൾ കേട്ട് നിങ്ങൾ തകർന്നിരിക്കുന്നെങ്കിൽ നിന്നെയോ നിന്റെ തലമുറയോ ശത്രുവിനെ തകർക്കാൻ കഴിയത്തില്ല. ആമേൻ. നീ എഴുന്നേൽക്ക്, ക്രിസ്തുവിനോട് ചേർന്നിരിക്ക്, ക്രിസ്തുവിൽ വസിക്കാൻ തയ്യാറാക. നിന്നെ തകർക്കാൻ കഴിയത്തില്ല. ധൈര്യമായിരിക്കുക. നീ ക്രിസ്തുവിനോട് ചേരുവാൻ നീ സ്ഥാനം ഏറ്റ വ്യക്തിയാണെങ്കിൽ നീ ഭയപ്പെടേണ്ടതില്ല. കാരണം നീ അവൻ്റെ കാന്തയാണ്. നീ കാന്തയാണെങ്കിൽ കാന്തന് നിന്നെപ്പറ്റി ഒരു ഉത്തരവാദിത്തമുണ്ട്. ധൈര്യമായി മുന്നേറ്. നിനക്കൊന്നും ദോഷം വരികയില്ല. പറഞ്ഞത് കാന്തനാണ്, പറഞ്ഞത് ക്രിസ്തുവാണ്. അതുകൊണ്ട് ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. ധൈര്യമായി മുന്നേറ്. കർത്താവ് നിന്റെ കരുത്തിൽ പിടിച്ചിട്ടുണ്ട്. ഗോഡ് ബ്ലസ് യു. ഇത് മറ്റുള്ളവർക്കും കൂടെ ഈ സന്ദേശം ഷെയർ ചെയ്ത് കൊടുക്കുക.